ഡൽഹി തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ കെജ്രിവാളിൻ്റെ ഒരു വളരെ എന്താ പറയുക, വളരെ ഞെട്ടിക്കുന്നൊരു പ്രസ്താവന, അതായത് യമുനയിൽ വിഷം കലർത്തി എന്നുള്ള രീതിയിലുള്ളൊരു പ്രസ്താവന, അതിനെതിരെ ശക്തമായ പ്രതികരണങ്ങളുണ്ടായി. പക്ഷേ എന്തു തോന്നുന്നു ഇങ്ങനത്തെ ഒരു വളരെ മോശപ്പെട്ട ഒരു പ്രസ്താവന നടത്താൻ ഒരു മുഖ്യമന്ത്രിയെ പ്രേരിപ്പിച്ച ഒരു വികാരം എന്താണ് ഇതിന് പറയാനുള്ളത്? ഞാൻ BNS സെക്ഷൻ 112 എന്നാണ് എൻ്റെ ഓർമ്മ. അതനുസരിച്ച് കുടിവെള്ളത്തിൽ വിഷം കലർത്തുന്നത് ഒരു ടെററിസ്റ്റ് ആക്ടിവിറ്റിയാണ്, ടെററിസത്തിൻ്റെ വകുപ്പാണ്. അതിൽ 112 എന്നാണ് എൻ്റെ ഓർമ്മ, മേ ബി 113 ആവാം, സംതിങ്. അതിൽ എക്സ്പ്ലിസിറ്റ്ലി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കുടിവെള്ളത്തിൽ വിഷം കലർത്തുക, പിന്നെ മറ്റു പല പ്രവൃത്തികൾ. അപ്പോൾ കലർത്തിയത് ഹരിയാന സർക്കാരാണെന്നാണ് കേജ്രിവാൾ പറയുന്നത്. ഹരിയാന സർക്കാരിലെ ആര്? നിങ്ങൾക്ക് എവിടെ നിന്ന് ഈ വിവരം കിട്ടി? വാസ്തവത്തിൽ ഡൽഹി പോലീസ് ചെയ്യേണ്ടത് പേരില്ലാതെ ഒരു FIR രജിസ്റ്റർ ചെയ്യുക, ഈ BNS 112 വെച്ചിട്ട് കേജ്രിവാളിനെ സാക്ഷിയാക്കുക, നോട്ടീസ് അയക്കുക. ഈ കേജ്രിവാളിനെതിരെ മാനനഷ്ട കേസിന് അതിനൊന്നും പോകരുത്, അതൊന്നും നിലനിൽക്കുന്നതല്ല. കേജ്രിവാളിനെ മത്സരിക്കുന്നതിൽ നിന്ന് ഇലക്ഷൻ കമ്മീഷൻ വിലക്കരുത്, അതാണ് ആ മനുഷ്യനെ ആഗ്രഹിക്കുന്നത്. കേജ്രിവാൾ നമ്മൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇൻ്റർനാഷണൽ ഡീപ്പ് സ്റ്റേറ്റ് ഓപ്പറേറ്റ് ചെയ്യുന്ന വലിയൊരു ടൂൾ കേജ്രിവാളാണ് ഇന്ത്യയിൽ. അല്ലെങ്കിൽ നോക്ക്, ഇന്ത്യൻ പൊളിറ്റിക്സിൽ മോദിക്ക് പകരം പ്രധാനമന്ത്രിയായിട്ട് ഉയർത്തിക്കാട്ടുന്നത് ഒന്ന് രാഹുൽ ഗാന്ധി, പിന്നെ കേജ്രിവാളാണ്. എന്തുകൊണ്ടാണ്? ഡൽഹിയിലെ 7 ലോക്സഭാ സീറ്റ് പോലും അയാളുടെ കയ്യിലില്ല, നിയമസഭയാണുള്ളത്. അതിലും എത്രയോ ശക്തനാണ് തമിഴ്നാട്ടിലെ സ്റ്റാലിൻ. എപ്പോഴെങ്കിലും മോദിക്ക് പകരം സ്റ്റാലിൻ എന്ന് കേട്ടിട്ടുണ്ടോ? മോദിക്ക് പകരം മമതാ ബാനർജി എന്ന് കേട്ടിട്ടുണ്ടോ? മോദിക്ക് പകരം അഖിലേഷ് യാദവ് എന്ന് കേട്ടിട്ടുണ്ടോ? ബട്ട് മോദിക്ക് പകരം കേജ്രിവാളെന്ന് പലതവണ കേജ്രിവാളും പറയും, ബാക്കിയുള്ളവരും പറയും. ഇതാണ് ഡീപ്പ് സ്റ്റേറ്റിൻ്റെ ഓപ്പറേഷൻ. അവർ ചില ആൾക്കാരെ കണ്ടുവച്ചിട്ടുണ്ട്, അവർ വഴി അത് ഓപ്പറേറ്റ് ചെയ്യുന്നു. കേജ്രിവാളിന് പണ്ട് മാഗ്സസെ അവാർഡ് കൊടുത്തത് തന്നെ ഇയാളെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മുഹമ്മദ് യൂനിസിന് നോബൽ സമ്മാനം കൊടുത്തത് അയാളെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ വളരെ സമർത്ഥമായിട്ട് കളിപ്പിക്കുകയോ ചെയ്യുന്ന ഒരാളാണ് കേജ്രിവാൾ. അയാളെ തിരഞ്ഞെടുപ്പിൽ നിന്ന് ഇപ്പോൾ വിലക്കി കഴിഞ്ഞാൽ അയാൾ രക്തസാക്ഷിയായിട്ട് അഭിനയിക്കും, വലിയ കരച്ചിൽ നടക്കും, വലിയ പ്രശ്നമാകും. അതിന് പകരം കൂളായിട്ട് കേസെടുക്കുക, സാക്ഷിയായിട്ട് നോട്ടീസ് അയക്കുക. തിരഞ്ഞെടുപ്പ് അയാൾ ജയിക്കുന്നെങ്കിൽ ജയിച്ചോട്ടെ, കുഴപ്പമൊന്നുമില്ല. തിരഞ്ഞെടുപ്പിൽ ആപ്പ് അധികാരത്തിൽ വരും, ശരി വന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. യു ബി വെരി സ്ട്രോങ് വിത്ത് ദിസ്. കോടതി പോലീസിന് മുമ്പിൽ ഹാജരാവാൻ പറയുക, എന്നിട്ട് ആര് ചെയ്തു, എന്ത് ചെയ്തു. അപ്പോൾ അവിടെ ഇങ്ങേര് ബബ്ബ നടിക്കുകയാണെങ്കിൽ ഇങ്ങേരുടെ പേരിൽ കേസെടുക്കാം. സമൂഹത്തിൽ ഭീതി പരത്തിയ വകുപ്പ് BNS 352, 353 എന്നാണ് എൻ്റെ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ് കേട്ടോ. അത് വെച്ച് കേജ്രിവാളിൻ്റെ പേരിൽ കേസെടുക്കാം. പെർഫെക്റ്റ് കേസാണ്. 3 വർഷം തടവ് കൊടുക്കാൻ പറ്റും. 3 വർഷം തടവ് കൊടുത്തു കഴിഞ്ഞാൽ ആ നിമിഷം ഇയാളുടെ MLA സ്ഥാനവും പോവും, 6 വർഷത്തേക്ക് അയോഗ്യത വരികയും ചെയ്യും. ഈ രീതിയിൽ നിയമപരമായിട്ട് പൂട്ടണം. പൊളിറ്റിക്കലി എനിക്ക് അറിയില്ല, BJP, ഞാൻ ഡൽഹിയിൽ നിന്ന് ഫീഡ്ബാക്ക്, ശരിക്കും പറഞ്ഞാൽ ആപ്പിൻ്റെ ഓഫീസിന് മുമ്പിൽ, കേജ്രിവാളിൻ്റെ വീട്ടിന് മുമ്പിൽ, ആതിഷി മർലേനയുടെ വീട്ടിന് മുമ്പിലൊക്കെ വാൻ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തേണ്ടതാണ്, കോലം കത്തിക്കൽ നടത്തേണ്ടതാണ്. ഓൾ ഇന്ത്യ തലത്തിൽ ഒരു നരേറ്റീവ് റൺ ചെയ്യേണ്ടതാണ്. നേരെ തിരിച്ച് ഒന്ന് ആലോചിച്ച് നോക്കിയേ, മധ്യപ്രദേശ് മുഖ്യമന്ത്രി ആണ് ഇത് പറയുന്നത്. ഛത്തീസ്ഗഡിൽ നിന്ന് പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദിയിൽ ഛത്തീസ്ഗഡുകാരൻ വിഷം കലർത്തിയെന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി പറയുന്നു, മോഹൻ യാദവ് പറയുന്നു. ഇത് ഭീകരമായ വാർത്തയാകും, അന്താരാഷ്ട്ര തലത്തിൽ വാർത്തയാകും. BJPക്കെതിരെ ഉപയോഗിക്കാം ആ രീതിയിൽ. ബട്ട് തിരിച്ച് ഇതുപോലത്തെ ഒരു നരേറ്റീവ് കൊണ്ടുവരാൻ BJPക്കാർക്ക് സാധിക്കുന്നില്ല. അവർക്കത് ക്ലിക്ക് ചെയ്യുന്നില്ല. ഈ പോയിൻ്റ് നമുക്ക്
ഇൻ്റർനാഷണൽ തലത്തിൽ റൺ ചെയ്യാവുന്നൊരു നരേറ്റീവാണ്. കേജ്രിവാളിൻ്റെ സകല ക്രെഡിബിലിറ്റിയും ഇൻ്റർനാഷണലി തകർക്കാവുന്നൊരു നരേറ്റീവാണിത്. ആ നരേറ്റീവ് BJP എത്ര കണ്ട് ഉപയോഗിച്ചു എന്ന് എനിക്ക് സംശയമുണ്ട്. നേരെ തിരിച്ചായിരുന്നെങ്കിൽ ഉറപ്പാണ് അന്ന് വൈകുന്നേരം മലയാള മാധ്യമങ്ങളിൽ ചർച്ച അതായിരിക്കും, ഇല്ലേ? വിഷം കലർത്തി എന്ന് പറഞ്ഞ് പരിഭ്രാന്തി വരുത്താമോ, ഇങ്ങനെയാണോ രാഷ്ട്രീയം കളിക്കുന്നത്, ആത്ത് ഈത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ വലിയ യമുനാ തീരത്ത് വലിയ ബഹളം നടക്കും. കാരണം ഇങ്ങനെ ചെയ്തിരിക്കുന്നത് യമുനയിൽ വിഷം കലർത്തി എന്നാണ് പുള്ളി പറയുന്നത്. ഈ യമുനയിൽ വിഷം കലർത്തി കഴിഞ്ഞാൽ ആദ്യം മരിക്കുന്നത് ഹരിയാനക്കാരനായിരിക്കും. ഹരിയാന കഴിഞ്ഞിട്ടാണല്ലോ ഡൽഹിയിൽ വരുന്നത്. കൃത്യം ഡൽഹി അതിർത്തിയിൽ വെച്ചിട്ട് വിഷം കലർത്താൻ പറ്റുമോ? എന്താ ഈ മനുഷ്യൻ എന്ന് മാത്രമല്ല, പുള്ളി പറഞ്ഞു എൻജിനീയർമാരത് പിടിച്ചു, അതുകൊണ്ട് ഡൽഹി രക്ഷപ്പെട്ടു. ഏത് എൻജിനീയർ പിടിച്ചു? എങ്ങനെ പിടിച്ചു? അല്ല, എങ്ങനെ പിടിക്കാൻ പറ്റും? എങ്ങനെ പിടിക്കാൻ പറ്റും? ഇപ്പോൾ നമുക്ക് ആലുവയിൽ നിന്ന് വെള്ളം വരുന്നു. ആലുവ പമ്പിങ് സ്റ്റേഷനിലോ പ്രോസസ്സിങ് സ്റ്റേഷനിലോ ആരെങ്കിലും വിഷം കലർത്തിയെന്ന് വെച്ചോ, അത് എടപ്പള്ളി പാലാരിവട്ടം വഴി ഇവിടെ വന്ന് നമ്മൾ കുടിച്ച് ആരെങ്കിലും ഒരാൾ ഉരുണ്ട് വീഴുന്നു, മറ്റേ ആൾ ബോധം കിട്ട് വീണു, ഇങ്ങനെയൊക്കെയാണല്ലോ വിഷം കയറിയെന്ന് മനസ്സിലാവുന്നത്. അല്ലാതെ ആൾക്കാർ എപ്പോഴും വിഷം ടെസ്റ്റ് ചെയ്യുന്നില്ലല്ലോ. നോർമൽ നമ്മൾ ആഡ് ചെയ്യാനുള്ള ക്ലോറിൻ അതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ചെയ്തിട്ട് വെള്ളം അങ്ങ് പോവുകയാണ്. ഇടയ്ക്കൊക്കെ ഒരു സാമ്പിൾ എടുത്തൊക്കെ നോക്കും. ബാക്കി അപകടം കഴിഞ്ഞിട്ടാണ് അന്വേഷണം നടക്കുന്നത്. ഇപ്പം ഇങ്ങനെയൊന്നും അല്ലല്ലോ ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്നത്. ഇനി ഇങ്ങനെ എങ്ങനെ കണ്ടുപിടിച്ചു, എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്. ഞങ്ങളുടെ എൻജിനീയർമാരത് കണ്ടുപിടിച്ചു. എന്നിട്ട് പറയുന്നു ഹരിയാനയിൽ നിന്ന് വരുന്ന വെള്ളം ബ്ലോക്ക് ചെയ്തു. ശരി, ഹരിയാനയിൽ നിന്ന് വരുന്ന വെള്ളം ബ്ലോക്ക് ചെയ്തു. അപ്പോൾ യമുനയിൽ ഇപ്പോൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളം ഏതാ? ആകാശത്ത് നിന്ന് വന്നു. യമുന എന്ന് പറയുന്നത് ഹരിയാന കഴിഞ്ഞിട്ട് ഡൽഹിയിലേക്ക് കയറി ഉത്തർപ്രദേശിലേക്ക് പോകുന്ന നദിയാണ് യമുന. ഹരിയാനയിൽ നിന്നുള്ളത് നിങ്ങൾ ബ്ലോക്ക് ചെയ്തു. പിന്നെ ഏതാ യമുനയിൽ ഇപ്പോൾ ഉള്ള വെള്ളം? യമുന ഇപ്പോഴും ഒഴുകുന്നുണ്ടല്ലോ, ആ വെള്ളം ഏതാ? ഇതിന് കേജ്രിവാൾ സമാധാനം പറയണ്ടേ? സാമാന്യ ബുദ്ധിയെ ചലഞ്ച് ചെയ്യത്തക്ക രീതിയിൽ ഒരു ക്രിമിനൽ ആക്ട്. ഇത് ഡൽഹി ജൽ ബോർഡിൻ്റെ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ് അവർ ക്ലാരിഫിക്കേഷൻ ഇറക്കി. പക്ഷേ ഇങ്ങേര് പറഞ്ഞ നുണ ഇങ്ങേര് പിൻവലിച്ചിട്ടില്ല. ഇങ്ങേര് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിയമപരമായിട്ട് വേണം ഇയാളെ കൈകാര്യം ചെയ്യാൻ. പക്ഷേ ഇത് ഒരു കാര്യമുണ്ട്, സുപ്രീം കോടതി ജഡ്ജിമാരെയും ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇത്തരം ചരക്കുകൾക്കൊക്കെ ജാമ്യം കൊടുത്തിട്ട് അങ്ങേര് ജാമ്യം വേണ്ടെന്ന് പറഞ്ഞ കേജ്രിവാൾ ഓർക്കണല്ലേ? അങ്ങനെ പറഞ്ഞാൽ എൻ്റെ കേസ് റദ്ദാക്കണം, എനിക്ക് ജാമ്യം വേണ്ട, ഞാൻ ജയിലിൽ കിടന്നോളാം. തിരിച്ചു പോയി കിടക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് വീണ്ടും സുപ്രീം കോടതി പറഞ്ഞു ഇല്ല, ഞങ്ങൾ നിങ്ങൾക്ക് ജാമ്യം തരും, ഇടക്കാല ജാമ്യം. പിന്നീടാണ് ഇപ്പോൾ പെർമനൻറ്റ് ജാമ്യമായത്. സുപ്രീം കോടതി ക്ഷോഭിച്ചൊരു ജഡ്ജ്മെൻ്റ് എഴുതി ഒരു 3-4 മാസം മുമ്പ്. കീഴ്ക്കോടതികൾ ഒരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ ജാമ്യം നിഷേധിക്കുന്നു. എല്ലാവരും കൂടെ സുപ്രീം കോടതിയിൽ വരുന്നു, ഞങ്ങൾക്കിവിടെ കിടക്കപ്രതിയില്ല. അങ്ങനെയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഹൈക്കോടതിയും കീഴ്ക്കോടതിയും എല്ലാം ജാമ്യം കൊടുക്കാൻ തുടങ്ങി. സകല ചെന്താമരയ്ക്കും ജാമ്യം കൊടുത്ത് അവൻ പുറത്തിറങ്ങിയിട്ട് അവൻ എന്നിട്ട് സുപ്രീം കോടതി എന്ത് ചെയ്തു? ഡൽഹി തെരഞ്ഞെടുപ്പിൽ താഹിർ ഹുസൈന് അവരും ജാമ്യം കൊടുത്തു. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്. ഇപ്പോൾ ഇന്ത്യയിലത്തെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, ജയിലിൽ കിടക്കുന്ന ആളിന് പുറത്തിറങ്ങണമെങ്കിൽ ഏറ്റവും നല്ലത് ഒരു നോമിനേഷൻ പേപ്പർ ഫയൽ ചെയ്യുക ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിൽ. ഭാരതത്തിൻ്റെ ഒരു പ്രത്യേകത, എപ്പോഴും എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. കൊണ്ടുപോയി ഒരു നോമിനേഷൻ കൊടുക്കുക, എനിക്ക് പ്രചാരണത്തിന് ജാമ്യം തരണമെന്ന് പറയുക, ജാമ്യം കൊടുക്കേണ്ടി വരും. കൊടുത്തല്ലോ, റാഷിദ് എഞ്ചിനീയർക്ക് കൊടുത്തു, പഞ്ചാബിലെ ആ ഒരു ഖാലിസ്ഥാൻവാദിക്ക് കൊടുത്തു, കേജ്രിവാളിന് കൊടുത്തു, ഇപ്പോൾ താഹിർ ഹുസൈന് കൊടുത്തു ഡൽഹി കലാപത്തിലെ. അപ്പോൾ പിന്നെ എനിക്കും വായിത്തിനുമൊക്കെ തരണ്ടേ? നമുക്ക് നമ്മൾ പോയിട്ട് ഒരു നോമിനേഷൻ, അതിനെന്താ 500 രൂപ എല്ലാം കെട്ടി വയ്ക്കാനുണ്ടാകും, അത് കെട്ടി തീരട്ടെ, ഞാൻ സ്ഥാനാർത്ഥിക്ക് ജാമ്യം. താഹിർ ഹുസൈന് കൊടുത്തിരിക്കുന്ന വിചിത്രമായ ജാമ്യമാണ് കേട്ടോ. കള്ളനെ ജയിലിൽ നിന്ന് തുറന്നു വിടുന്നു, കള്ളൻ എസ്കോർട്ടായിട്ട് പോലീസ് പോകാൻ ഉത്തരവാകുന്നു, കസ്റ്റഡി പരോൾ. അതായത് താഹിർ ഹുസൈൻ പോകുന്നിടത്ത് താഹിർ ഹുസൈനെ ആരും ആക്രമിക്കാതെ നോക്കേണ്ട ചുമതല ഡൽഹി പോലീസിൻ്റെയാണ്. പോലീസ് സംരക്ഷണം. ഇവിടെ നമ്മളിപ്പോൾ നട റോഡിലിട്ട് വെട്ടിക്കൊല്ലുന്നു, ചെന്താമരയോ ഒക്കെ ചെയ്യുന്നു.
അതിനൊന്നും സംരക്ഷണമില്ല, ഒന്നുമില്ല. താഹിർ ഹുസൈൻ പുറത്തിറങ്ങി കഴിഞ്ഞാൽ അയാൾക്ക് സംരക്ഷണം കൊടുക്കണം. അയാളെ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ ഡൽഹി പോലീസ് കുഴപ്പത്തിലാകും. ഇതാണ് UAPA കേസിലെ പ്രതി. UAPA കേസ് PMLA കേസ് 10-18 കേസുണ്ട്. അതിൽ പുള്ളി പറഞ്ഞപ്പോൾ 15 കേസിലും എനിക്ക് ജാമ്യം കിട്ടി, ഇനി 3 ബാക്കിയുള്ളൂ. അതുകൊണ്ട് യോഗ്യനായി. 15 കേസിൽ കിട്ടിയല്ലോ, യോഗ്യൻ എന്ന് പറഞ്ഞിട്ട് ജാമ്യം കൊടുത്തു. കഷ്ടമാണ്. ഞാൻ സുപ്രീം കോടതിയെ വാച്ച് ചെയ്യുമ്പോഴുണ്ടല്ലോ, 2 ജഡ്ജ് ബെഞ്ചിലാണ് ആദ്യം താഹിർ ഹുസൈൻ്റെ ഇത് പോകുന്നത്. അപ്പോൾ ഒരു ജഡ്ജി കൊടുക്കാമെന്നും മറ്റേ ആൾ കൊടുക്കില്ലെന്നും വിധിച്ചു. അപ്പോൾ ഇത് 3 ജഡ്ജ് ബെഞ്ചിന് പോയി. പിറ്റേ ദിവസം അതിൻ്റെ അടുത്ത് 2 ദിവസത്തിനുള്ളിൽ 3 ജഡ്ജ് ബെഞ്ച് റെഡിയായി. ഞാനോ വായിച്ചോ ചാകാൻ പോകുന്നെന്നും പറഞ്ഞൊരു പെറ്റീഷൻ കൊടുത്താൽ 15 കൊല്ലം കഴിഞ്ഞാൽ ലിസ്റ്റ് ചെയ്യില്ല സുപ്രീം കോടതിയിൽ. ലിസ്റ്റ് ചെയ്യണ്ടേ? ചെയ്യില്ല. എൻ്റെ കേസ് കിടപ്പുണ്ട് സുപ്രീം കോടതിയിൽ. ഞാനത് 6 വർഷം കഴിഞ്ഞു, ഇനിയെങ്കിലും ലിസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞ് അപേക്ഷ കൊടുത്തു. ഈ അപേക്ഷ ബെഞ്ചിൽ വന്നാലേ ലിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ അപേക്ഷ ബെഞ്ചിൽ വരുന്നില്ല, ലിസ്റ്റ് ചെയ്യുന്നില്ല. താഹിർ ഹുസൈന് 3 ജഡ്ജ് ബെഞ്ച് 2 ദിവസത്തിനുള്ളിൽ 48 മണിക്കൂറിനുള്ളിൽ 3 ജഡ്ജ് ബെഞ്ച് റെഡിയാവുന്നു. അങ്ങേർക്ക് ജാമ്യം കൊടുക്കാൻ ഉത്തരവാകുന്നു. കസ്റ്റഡി പരോൾ എന്നാണ് പേര്. ഈ നീതിന്യായ വ്യവസ്ഥയിൽ ഇടപെടാൻ കഴിയില്ലേ ഇങ്ങനെയൊക്കെയുള്ള ഒരു സംഗതികൾ നടക്കുമ്പോൾ? ഇല്ല. കാരണം ഇപ്പോൾ സുപ്രീം കോടതി നിൽക്കുന്നത് ഞങ്ങളാണ് രാജ്യം ഭരിക്കുന്നത്, പിന്നെ നിങ്ങളെന്തോ പ്രധാനമന്ത്രി ആരോ തിരഞ്ഞെടുക്കുമോ, എന്തൊക്കെ ചെയ്യുന്നുണ്ട്, അത് നടത്തിക്കോ. ബട്ട് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങൾ ഇടപെടും. സകല കാര്യത്തിൽ ഇടപെടുന്നുണ്ടല്ലോ. സ്പീക്കർ അയോഗ്യത കൽപ്പിക്കണം, സുപ്രീം കോടതിയാണ് തീരുമാനിക്കുന്നത്. സ്പീക്കർക്കെതിരെ അവിശ്വാസ പ്രമേയം സുപ്രീം കോടതി തീരുമാനിക്കും. എന്തിന്? കേരളത്തിന് കിട്ടാനുള്ള വിഹിതം മുഴുവൻ കിട്ടിയോ ഇല്ലയോ എന്ന് പരിശോധിക്കുന്നത് സുപ്രീം കോടതിയാണ്. മുണ്ടക്കൈ ചൂരൽമല ദുരിതാശ്വാസം ഇപ്പോൾ നോക്കുന്നതാരാ? ഹൈക്കോടതിയാണ്. സിയോമോട്ടോ കയ്യിലെടുത്തതാണ് ഹൈക്കോടതി. സിയോമോട്ടോ എനിക്കറിയില്ല. മുണ്ടക്കല ഈ ചൂരൽമല മുണ്ടക്കൈ ദുരിതാശ്വാസം അത് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ചെയ്യേണ്ട ഒരു സാധനമാണ്. അതിൻ്റെ നടുക്ക് കോടതി ഈ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്യ് ഇതൊക്കെ പറഞ്ഞിട്ട് ആർക്കെങ്കിലും പ്രയോജനം ഉണ്ടായോ? ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്തു നോക്കി, പ്രയോജനമൊന്നുമില്ല. സ്റ്റേറ്റ്മെൻറ്റ് ബൈ സ്റ്റേറ്റ്മെൻറ്റ് ഫയൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഓരോ ആഴ്ച വീണ്ടും പോസ്റ്റ് ചെയ്യുന്നു. എക്സിക്യൂട്ടീവിൻ്റെ ജോലി, ലെജിസ്ലേച്ചറുടെ ജോലി ജുഡീഷ്യറി ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇറ്റ് ഈസ് വിത്ത് ജുഡീഷ്യറി. ഈ കൊളീജിയം ഈ അപകടം ഞാൻ പറഞ്ഞപ്പോൾ ക്ലാസിക് ഇതാണ് പത്മനാഭസ്വാമി ക്ഷേത്രം. പത്മനാഭസ്വാമി ക്ഷേത്രം ഭക്തജനങ്ങൾക്ക് തിരിച്ചു കിട്ടി, റോയൽ ഫാമിലിക്ക് തിരിച്ചു കിട്ടി. വലിയ ബഹളം സോഷ്യൽ മീഡിയയിൽ. ഞാൻ പറഞ്ഞു കിട്ടിയിട്ടില്ല. ഇത് പറഞ്ഞ 2 പേരുള്ളൂ. ഞാനും ഉണ്ട്. തമിഴ്നാട്ടിലെ ഒരു TR രമേശ് എന്ന് പറഞ്ഞ് അമ്പലക്കേസുകളായിട്ട് നടത്തുന്നവരാണ്. ഞങ്ങൾ 2 പേര് മാത്രമാണ് പറഞ്ഞത് ഈ കേസ് തോക്കുകയാണ് ചെയ്തിരിക്കുന്നത്. പത്മനാഭസ്വാമി ടെമ്പിൾ ജയിച്ചിട്ടില്ല. ഈ കേസ് ഭക്തജനങ്ങൾ ജയിച്ചിട്ടില്ല, ഭക്തജനങ്ങൾ തോറ്റ കേസാണ്. പക്ഷെ സമ്മതിക്കില്ല. ഒരു ക്യാമ്പയിൻ അങ്ങോട്ട് നടക്കണം. ആർക്കും ഒന്ന് ജഡ്ജ്മെൻറ്റ് വായിച്ച് നോക്കണ്ടാവും, ഒന്നും വേണ്ട. നൗ വാട്ട് ഈസ് ദ സിറ്റുവേഷൻ ഇൻ പത്മനാഭസ്വാമി? അവിടെ ചിക്കൻ തിന്നുന്നു, എന്തൊക്കെയോ നടക്കുന്നു. അല്ലേ? ചോദിക്കാനും പറയാൻ ആരെങ്കിലും ഉണ്ടോ? ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് കേസ് തോറ്റു എന്ന് ഞാനും രമേഷൊക്കെ പറയാൻ കാര്യം. ചോദിക്കാനും പറയാനും ഉള്ള ആൾക്കാർ ഇത് ആവരുതായിരുന്നു എന്ന്. അവർ മോശക്കാരുണ്ടല്ല, അവരല്ല, ആ സെറ്റപ്പ് അല്ല വേണ്ടിയിരുന്നത്. ഇതൊക്കെ അന്നു മുതൽ കോടതികൾ വേണ്ടാത്തതിലൊക്കെ ഇടപെട്ട് വാസ്തവത്തിൽ ജുഡീഷ്യൽ ടേക്ക് ഓവർ ഓഫ് പത്മനാഭസ്വാമി ടെമ്പിൾ ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. ജില്ലാ ജഡ്ജിയാണ് അവിടെ ഭരണം. പത്മനാഭസ്വാമി ക്ഷേത്രം അവരങ്ങ് ഏറ്റെടുത്തു. ഇപ്പോൾ ഓരോ ജഡ്ജിമാരായിട്ട് ക്ഷേത്രം ഏറ്റെടുക്കും, അവരുടെ കയ്യിൽ വയ്ക്കും. ഗുരുവായൂർ ഒരു ജഡ്ജിക്ക്, ചോറ്റാനിക്കര വേറൊരു ജഡ്ജിക്ക്. ഈ കൊളീജിയം സംവിധാനത്തിൻ്റെ ഒരു പ്രശ്നങ്ങളാണോ ഇതൊക്കെ? അവർക്ക് തന്നെ തീരുമാനിക്കാൻ കഴിയും എന്നുള്ളത് അതും കൂടിയാണ്. അത് മാത്രമാണ് എന്ന് ഞാൻ പറയില്ല. കൊളീജിയം സംവിധാനം വാസ്തവത്തിൽ ഭരണഘടനയിൽ ഉള്ളതല്ല. സുപ്രീം കോടതി ഒരു ജഡ്ജ്മെൻറ്റിലൂടെ ഉണ്ടാക്കിയെടുത്തതാണ്. അവരുടെ കയ്യിലേക്ക് ആ അപ്പോയിൻമെൻറ്റ് അതോറിറ്റി അവരെടുത്തു. അന്ന് പക്ഷേ എല്ലാവരും ആശ്വസിച്ചു കിട്ടും.
1993 മറ്റോ ആണത്. അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ്സ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞൊരു കേസിൽ ആണ് സുപ്രീം കോടതി ഇതിൽ കൈവയ്ക്കുന്നത്. അന്ന് എല്ലാവർക്കും ആശ്വാസമായി. കാരണം അതുവരെ കേന്ദ്ര സർക്കാരാണ് അപ്പോയിൻ്റ് ചെയ്തുകൊണ്ടിരുന്നത് ജഡ്ജിമാർ. അപ്പോൾ അന്ന് സർക്കാരിൻ്റെ തോന്നിയ ദിവസം ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ ഓർമ്മയില്ല, ജൂനിയർ ജഡ്ജിനെ കയറ്റി ചീഫ് ജസ്റ്റിസ് ആക്കുക, അവർക്ക് തോന്നിയ ആളിനെ നിയമിക്കുക, ഇതൊക്കെയായിരുന്നു. അപ്പോൾ അത് മാറുമല്ലോ എന്ന് വിചാരിച്ച് എല്ലാവരും ആശ്വസിച്ചു. കുറച്ചു കാലം അതങ്ങനെ തന്നെ നിൽക്കുകയും ചെയ്തു. അവർ വളരെ എമിനൻ്റായിട്ടുള്ള ആൾക്കാരെ മാത്രം കൊണ്ട്. ഇത് കഴിഞ്ഞപ്പോൾ അച്ഛൻ മകനെയും മകൻ തിരിച്ച് അച്ഛനെയും ഒക്കെ ഇങ്ങനെ നോമിനേറ്റ് ചെയ്യാൻ തുടങ്ങി. അത് വന്ന് കേരളത്തിലെ മധ്യ കേരളത്തിലെ ഒരു പ്രമുഖ പഞ്ചായത്തിൽ നിന്ന് മാത്രം ഒരു കുടുംബത്തിൽ നിന്ന് മാത്രം ജഡ്ജിമാരുണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള തലത്തിലേക്ക് അത് പോയി. അവരാരും മോശക്കാരായിരുന്നില്ല കേട്ടോ. ദേ വെർ ഓൾ എമിനൻറ്റ് ഗുഡ് പേഴ്സൺസ്. ബട്ട് വാട്ട് മെസ്സേജ് യു ആർ സെൻഡിങ് ദറ്റ് ഒരു പെർട്ടിക്കുലർ കേരളത്തിലെ ഒരു പഞ്ചായത്തിൽ നിന്ന് 5 സുപ്രീം കോടതി ജഡ്ജി തുരുതുരാ വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഗുഡ് തിങ്. ഈ 5ഉം നല്ല ജഡ്ജിമാരാണ്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ബട്ട് ഇറ്റ്സ് നോട്ട്, ആ മെസ്സേജ് നല്ലതല്ല. അപ്പോൾ അത് ജഡ്ജിമാരും ആലോചിക്കേണ്ടതാണ്. ഇപ്പോൾ അവർ ആലോചിക്കുന്നു, ഈ അവരുടെ റിലേറ്റീവ്സിനെ തന്നെ വീണ്ടും ജഡ്ജിയായിട്ട് എടുക്കുന്നത് അന്യായമല്ലേ, എടുക്കാതിരുന്നാൽ അവരോട് ചെയ്യുന്ന അന്യായമല്ലേ, ഈ ഒരു ചോദ്യം ഉണ്ടല്ലോ. എൻ്റെ മകൻ മിടുക്കനാണ്, സുപ്രീം കോടതി ജഡ്ജിയാവാൻ യോഗ്യതയുണ്ട്. പക്ഷേ എൻ്റെ മകനാണെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവനെ ജഡ്ജിയാവാൻ സമ്മതിക്കാതിരുന്നാൽ അതും തെറ്റല്ലേ? ഇതൊക്കെയാണ് അവരിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ബട്ട് എനിക്ക് തോന്നുന്നില്ല ഈ ദ വേ ദേ ഡിസ്കാർഡഡ് NJSC നരേന്ദ്രമോദി അന്ന് വളരെ ബുദ്ധിമുട്ടിച്ചതാണ്. ലോക്സഭയിൽ മാത്രമേ ഭൂരിപക്ഷമുള്ളൂ, രാജ്യസഭയിലില്ല. എന്നിട്ട് പോലും പ്രതിപക്ഷങ്ങളെ മുഴുവൻ കൺവിൻസ് ചെയ്തിട്ടാണ് നാഷണൽ ജുഡീഷ്യൽ അപ്പോയിൻമെൻറ്റ് കമ്മീഷൻ ആക്ട് നിലവിൽ വന്നത്. അത് ഭരണഘടനാ വിരുദ്ധമാണ് 5 ജഡ്ജിമാർ കൂടി തീരുമാനിച്ചു. 5ൽ 3 ജഡ്ജിമാർ. ഭാരതത്തിൻ്റെ പാർലമെൻറ്റ് 16 അസംബ്ലി ഇവർ കൂടി പാസ്സാക്കി ആക്റ്റായ ഭരണഘടനാ ഭേദഗതിയോടെ പാസ്സാക്കിയ സാധനം ഭരണഘടനാ വിരുദ്ധമാണെന്ന് 3 തിരഞ്ഞെടുക്കപ്പെടാത്ത ആൾക്കാർ തീരുമാനിച്ചു. 2 പേര് ഇതിന് അനുകൂലമായിട്ട് പറഞ്ഞു. അപ്പോൾ അൺഎലക്റ്റഡ് ആൻഡ് അൺഎലക്റ്റബിൾ പ്രോബബ്ലി അങ്ങനെയുള്ള 3 പേരാണ് ഈ രാജ്യസഭ ലോക്സഭ 16 അസംബ്ലികൾ റാറ്റിഫൈ ചെയ്ത NJSC ആക്ട് അൺകോൺസ്റ്റിറ്റ്യൂഷനാണെന്ന് പറഞ്ഞു. എനിവേ ഇപ്പോഴത്തെ സ്ഥിതിയിൽ എൻ്റെ ഒബ്സർവേഷൻ, സുപ്രീം കോടതി ഇത്തരം എലമെൻറ്റ്സ് ഉണ്ടല്ലോ, തീവ്രവാദ എലമെൻറ്റ്സ്, മാക്സിമം അവരെ സഹായിക്കുന്ന ഒരു നിലപാടാണ് സുപ്രീം കോടതിയുടെ, വിച്ച് ഈസ് ഗോയിങ് അഗൻസ്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് ദ നേഷൻ. ദേ മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. അവരിങ്ങനെ പിച്ച് കയറിയിട്ട് ഈ ബേസിക് ഒരു ചോദ്യം ഉണ്ടല്ലോ, ഒരാളെ നിങ്ങളിൽ തടവിലിടുമ്പോൾ അയാളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടയുകയാണ്. ബേസിക് നമ്പർ 1. സഞ്ചാര സ്വാതന്ത്ര്യം അയാളുടെ മൗലികാവകാശമാണ്. അപ്പോൾ ഓരോ തടവും മൗലികാവകാശത്തിനെതിരാണ്. ഇത് കൂട്ടിക്കെട്ടിയിരിക്കുന്നത് എങ്ങനെയാണ് ഭരണഘടനയിൽ? നിയമപരമായ വഴിയിലൂടെയാണ് ഇയാൾ തടവിലായതെങ്കിൽ അത് മൗലികാവകാശത്തിന് വിരുദ്ധമായിട്ട് കണക്ക് കൂട്ടിക്കൂടാ. അപ്പോൾ മൗലികാവകാശം ഫണ്ടമെൻ്റലാണ്, പക്ഷേ അബ്സല്യൂട്ടല്ല. ഫണ്ടമെൻ്റലാണ്, ബട്ട് അബ്സല്യൂട്ടല്ല. മറ്റെല്ലാം മാറ്റി വെച്ചിട്ട് മൗലികാവകാശത്തിന് പിന്നാലെ പോകാൻ പറ്റില്ല. നിങ്ങൾ കുറ്റവാളിയാണെങ്കിൽ നിങ്ങളുടെ മൗലികാവകാശത്തിനും പരിക്ക് പറ്റും. അഥവാ അങ്ങനെ പരിക്ക് പറ്റിയാൽ ഇപ്പം ജീവിക്കാനുള്ള അവകാശം ഒരാൾക്കുണ്ട്. അപ്പോൾ പിന്നെ തൂക്കിക്കൊല്ലുന്നത് എങ്ങനെ? കൊല്ലാൻ പാടില്ലല്ലോ, ജീവിക്കാനുള്ള അവകാശമില്ല, മൗലികാവകാശമാണ്. അപ്പോൾ നിങ്ങൾ കുറ്റവാളി ആയിക്കഴിഞ്ഞാൽ നിങ്ങളുടെ മൗലികാവകാശങ്ങൾ അപ്പം തന്നെ പരിക്ക് പറ്റാൻ തുടങ്ങും. അതിന് അബ്സല്യൂട്ട്ലി ഇല്ലാതെയാവില്ല, ബട്ട് അബ്സല്യൂട്ട് എക്സിസ്റ്റൻസും അതിനില്ല. ഇപ്പോൾ ഇങ്ങനെയൊക്കെ സുപ്രീം കോടതി എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളിൽ കയറിയിട്ട് സുപ്രീം കോടതി മൗലികാവകാശം കളിച്ചിട്ട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് പറഞ്ഞ് ഇയാളെ ഇറക്കി വിടുന്നു. ഇതിപ്പോൾ ഡൽഹിയിൽ അയാൾ MIMൻ്റെ താഹിർ ഹുസൈൻ ജയിച്ചു എന്ന് വരെ മുസ്തഫാബാദിലാണ് അയാൾ മത്സരിക്കുന്നത്. അവിടെ നമ്മുടെ OIC നേരിട്ട് അയാൾക്ക് വേണ്ടി പ്രചരണം നടത്തുകയാണ്. ഭയങ്കര ഭീകരമായ പ്രചരണമാണ് നടത്തുന്നത്. അപ്പോൾ അതിനിടയ്ക്കാണ് ഇയാളുടെ ഈ ബോംബ് കേജ്രിവാളിന് ഒരു പ്രശ്നമുണ്ട്. കേജ്രിവാൾ ഇത്തവണ നെർവസാണ്. കാരണം 2015-ലും 2020-ലുമൊക്കെ ഇയാൾ ഈ ഗുഡ് ഗവേണൻസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ ആൾക്കാരെ പിടിച്ചൊക്കെ നിർത്തി.
20-ന് ശേഷമാണ് കേജ്രിവാളിൻ്റെ പുറത്തേക്ക് അഴിമതി ആരോപണം വരുന്നത്. ഈ മദ്യനയ അഴിമതി വന്നു, മറ്റേ ശീഷ് മഹൽ അയാളൊരു കൊട്ടാരം പണിഞ്ഞുള്ള 45 കോടി എന്ന് പറയുന്നു. CAG കണക്കനുസരിച്ച് 30 കോടിയാണ്. 30 കോടി ചിലവാക്കി 8 കോടിയാണ് ബജറ്റിൽ മുഖ്യമന്ത്രിക്ക് വീട് ഉണ്ടാക്കാൻ. 8 കോടി രൂപയുടെ വീടെന്ന് പറഞ്ഞാൽ തന്നെ എത്ര വലുതായിരിക്കുന്നു ആലോചിച്ച് നോക്കി. ശരി, 8 കോടി ബജറ്റിൽ വെച്ചു, 30 കോടി ചിലവാക്കി. അതിനെയാണ് ശീഷ് മഹൽ എന്ന് പറഞ്ഞ് ഇപ്പോൾ കളിയാക്കുക. ആദ്യമായിട്ടാണ് കേജ്രിവാൾ അഴിമതി കേസിൽ പെടുന്നത്. ഇതെല്ലാം കഴിഞ്ഞിട്ട് കേജ്രിവാൾ ഇപ്പോൾ ജയിച്ചു എന്ന് തന്നെ വെച്ചു. ന്യൂഡൽഹിയിലാണ് മത്സരിക്കുന്നത്, ജയിച്ചു എന്ന് വയ്ക്കുക. അപ്പോഴും അയാൾക്ക് മുഖ്യമന്ത്രി ആകാൻ പറ്റില്ല. ആവാം, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ കണ്ടീഷനിലാണ് അയാൾക്ക് ജാമ്യം കൊടുത്തിരിക്കുന്നത്. ഒരു ഫയലും ഒപ്പിടരുത്, മന്ത്രിസഭാ യോഗം വിളിക്കരുത്, ഒന്നും ചെയ്യരുത്, മുഖ്യമന്ത്രിയായിട്ട് ഇങ്ങനെ ഇരിക്കാം. ഇങ്ങനൊരു മുഖ്യമന്ത്രി ഉണ്ടായിട്ട് എന്താ കാര്യം? അപ്പോൾ മൊത്തത്തിൽ കേജ്രിവാൾ ഡിഫെൻസീവിൽ ഇരിക്കുന്ന ഒരു ഇലക്ഷനാണിത്. അതുകൊണ്ടുള്ള മരണവെപ്രാളത്തിലാണ് ഈ കഥയൊക്കെ പറഞ്ഞിരിക്കുന്നത് ഞാൻ കരുതുന്നു.